ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബിനുമോൾ റോജി. ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട്. സഭാപ്രസംഗി 8:11. അടുത്ത ചോദ്യം: ശയനഗ്രഹത്തിൽ വെച്ച് പോലും ആരെ ശപിക്കരുത്? ഉത്തരം: ധനവാനെ. സഭാപ്രസംഗി 10:20. അടുത്ത ചോദ്യം: പാതാളത്തിൽ എന്തെല്ലാം ഇല്ലെന്നാണ് സഭാപ്രസംഗി പറയുന്നത്? ഉത്തരം: പ്രവൃത്തി, സൂത്രം, അറിവ്, ജ്ഞാനം. സഭാപ്രസംഗി 9:10. അടുത്ത ചോദ്യം: ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നത് എന്തെല്ലാമാണ്? ഉത്തരം: സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയും. സഭാപ്രസംഗി 4:4. അടുത്ത ചോദ്യം: തനിക്ക് അനർത്ഥത്തിനായി സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നവൻ ആരാണ്? ഉത്തരം: ഉടമസ്ഥൻ. സഭാപ്രസംഗി 5:13. അടുത്ത ചോദ്യം: അറിവ് വർദ്ധിപ്പിക്കുന്നവൻ എന്ത് വർദ്ധിപ്പിക്കുന്നു? ഉത്തരം: ദുഃഖം. സഭാപ്രസംഗി 1:18. അടുത്ത ചോദ്യം: മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യന്റെ എന്ത് കേൾക്കുന്നതാണ്? ഉത്തരം: ജ്ഞാനിയുടെ ശാസന. സഭാപ്രസംഗി 7:5. അടുത്ത ചോദ്യം: ദുർദിവസത്തിൽ ഫലിക്കാതെ വരുന്നത് എന്താണ്? ഉത്തരം: രോചനക്കുരു. സഭാപ്രസംഗി 12:5. അടുത്ത ചോദ്യം: വാക്കുകളെ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം: ഭോഷൻ. സഭാപ്രസംഗി 10:14. അടുത്ത ചോദ്യം: അവർക്ക് ആശ്വാസപ്രദനില്ല ആർക്കാണ്? ഉത്തരം: പീഡിതർക്ക്. സഭാപ്രസംഗി 4:1. അടുത്ത ചോദ്യം: യെരൂശലേമിലെ രാജാവായി ദാവീദിന്റെ മകൻ ആരാണ്? ഉത്തരം: സഭാപ്രസംഗി. സഭാപ്രസംഗി 1:1. അടുത്ത ചോദ്യം: ജ്ഞാനം എന്തിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു? ഉത്തരം: ഭോഷത്വത്തെക്കാൾ. സഭാപ്രസംഗി 2:13. അടുത്ത ചോദ്യം: സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം എന്താണ്? ഉത്തരം: ജ്ഞാനം. സഭാപ്രസംഗി 7:11. അടുത്ത ചോദ്യം: ജ്ഞാനിയുടെ ഹൃദയം വിവേചിക്കുന്നത് എന്തിനെയെല്ലാമാണ്? ഉത്തരം: കാലത്തെയും ന്യായത്തെയും. സഭാപ്രസംഗി 6:5. അടുത്ത ചോദ്യം: തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചത് ആരാണ്? ഉത്തരം: സാധുവായൊരു ജ്ഞാനി. സഭാപ്രസംഗി 9:15. അടുത്ത ചോദ്യം: കണ്ണിന് ഇമ്പമായ കാര്യം എന്താണ്? ഉത്തരം: സൂര്യനെ കാണുന്നത്. സഭാപ്രസംഗി 11:7. അടുത്ത ചോദ്യം: അനേകം സദൃശ്യവാക്യങ്ങൾ ചമച്ചത് ആരാണ്? ഉത്തരം: സഭാപ്രസംഗി.
സഭാപ്രസംഗി 12:9. അടുത്ത ചോദ്യം, മൂർച്ചയില്ലാഞ്ഞിട്ട് വായ്ത്തല തേക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരുന്നത് എന്തിനാണ്? ഉത്തരം, ഇരുമ്പായുധത്തിന്. സഭാപ്രസംഗി 10:10. അടുത്ത ചോദ്യം, വീട് ചോരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, കൈകളുടെ ആലസ്യം കൊണ്ട്. സഭാപ്രസംഗി 10:18. അടുത്ത ചോദ്യം, ബൈബിളിലെ എത്രാമത്തെ പുസ്തകമാണ് സഭാപ്രസംഗി? ഉത്തരം, 21ാമത്തെ പുസ്തകം. അടുത്ത ചോദ്യം, അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം ഭോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തും തന്നെ ആരുടേതാണ്? ഉത്തരം, മൂഢൻ്റെ. സഭാപ്രസംഗി 10:12, 13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഉള്ളത് ദൂരവും അത്യഗാധവുമായിരിക്കുന്നത് എന്താണ്? ഉത്തരം, ജ്ഞാനം. സഭാപ്രസംഗി 7:25. അടുത്ത ചോദ്യം, കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ഉത്തരം, പരിവർത്തനം. സഭാപ്രസംഗി 1:6. അടുത്ത ചോദ്യം, അഭിലാഷത്തിൻ്റെ സഞ്ചാരത്തേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം, കണ്ണിൻ്റെ നോട്ടം. സഭാപ്രസംഗി 6:9. അടുത്ത ചോദ്യം, ജ്ഞാനിക്ക് തലയിൽ എന്താണ് ഉള്ളത്? ഉത്തരം, കണ്ണ്. സഭാപ്രസംഗി 2:14. അടുത്ത ചോദ്യം, കയ്യും കെട്ടിയിരുന്ന് സ്വന്തം മാംസം തിന്നുന്നത് ആരാണ്? ഉത്തരം, മൂഢൻ. സഭാപ്രസംഗി 4:5. അടുത്ത ചോദ്യം, ആരെയാണ് പാമ്പ് കടിക്കുന്നത്? ഉത്തരം, മതിൽ പൊളിക്കുന്നവനെ. സഭാപ്രസംഗി 10:8. അടുത്ത ചോദ്യം, വളരെ നന്മ നശിപ്പിച്ചു കളയുന്നത് ആരാണ്? ഉത്തരം, ഒരൊറ്റ പാവി. സഭാപ്രസംഗി 9:18. അടുത്ത ചോദ്യം, കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട് ജനിക്കുന്നത് എന്താണ്? ഉത്തരം, സ്വപ്നം. സഭാപ്രസംഗി 5:3. അടുത്ത ചോദ്യം, അവന് ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല, ആർക്കാണ്? ഉത്തരം, ഏകാഗിയായ ഒരുത്തന്. സഭാപ്രസംഗി 4:8. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.